ഹായ് ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി മത്തി ഫ്രൈ ആണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇവിടെ 250 ഗ്രാം മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മസാല നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ കിട്ടിയാൽ നാരങ്ങ വെച്ചും ചേർക്കാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തി ഇതിലിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എടുക്കാം. അത് ആദ്യമായിട്ടാണുള്ളതായിരുന്നു. അപ്പോൾ ഇത് നല്ലതുപോലെ തേച്ച് വെച്ച ശേഷം ഇനി നമ്മൾ ഇത് ഡയറക്റ്റ് ഇതേ രീതിയിലല്ല ഫ്രൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഒരു ഗോവ സ്റ്റൈലിൽ ഫ്രൈ ചെയ്യുകയാണ്. 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർക്കുന്നത്. നമുക്ക് പേരിന് വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് ആദ്യം കൈകൊട്ട് ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കൂടുതൽ വെള്ളം വേണ്ട, കൂടുതൽ ലൂസും ആകാൻ പാടില്ല. ആ രീതിയിൽ നമുക്ക് ഇത് വെള്ളം ചേർത്തെടുക്കാം. ഇതിൻ്റെ കൈ കൊണ്ട് ഉടയ്ക്കുന്നത് വെച്ചാൽ ഇതിൽ കട്ടയിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് വെള്ളം ചേർത്ത് ശേഷം ഞാൻ ഇവിടെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ്. നല്ലപോലെ കൈകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചു, ചൂടായി. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം വന്നിട്ട് ലോ ടു മീഡിയത്തിൽ വയ്ക്കുക. ഇതേപോലെ മീൻ മുക്കി ഇതിലിട്ട് ഒരു വശം നല്ലതുപോലെ മൊരിഞ്ഞ ശേഷം മറുവശം തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ 87 മഡ്ഗാവിൽ വെച്ച് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ എടുക്കുന്നത്. ഇത് ഗോവയിൽ മഡ്ഗാവിലൊക്കെ ഈ രീതിയിലുള്ളത് കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ മുക്കി ഇടുന്നു. മുക്കിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറിക്കാവൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ മാവ് ഇളകിപ്പോവും. കാര്യം നമ്മൾ കൂടുതൽ ഹാർഡായിട്ടല്ല ഇത് മുക്കുന്നത്, ഒരു ലൈറ്റ് കളറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂരയോ മറ്റോ ആണെങ്കിൽ ഈ രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴുള്ളൊരു വെറൈറ്റി എല്ലാം കഴിച്ചു നോക്കണമല്ലോ. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.
ആദ്യമായി കാണുന്നവർ തീർച്ചയായും വീഡിയോ 3 മിനിറ്റ് കണ്ട ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.